ഒരിക്കലും അങ്ങനെയല്ല. നവകേരള യാത്ര നടക്കുന്നത് 2023-ലാണ്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഈ പ്രതി തന്നെ പല ഘട്ടത്തിലും വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 2021 മുതൽ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം 5 പേർ ഉണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നിഷേധിക്കട്ടെ. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നുണ പറയുകയാണ്. അത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അത് ഓരോ കേരളീയരെ സംബന്ധിച്ചിടത്തോളവും അതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നുണ പറഞ്ഞ് ആ പറഞ്ഞ കാര്യം 2 മിനിറ്റ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കേസിലെ പ്രതിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നവകേരള യാത്രയിൽ അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനമേറ്റു, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. നവകേരള യാത്ര നടക്കുന്നത് 2023-ലാണ്. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഈ പ്രതി തന്നെ പല ഘട്ടത്തിലും വീഡിയോ ഫോട്ടോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 2021 മുതൽ തന്നെയാണ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഏത് സമയത്തും കയറി ചെല്ലാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കാൻ അധികാരമുള്ള, മുഖ്യമന്ത്രിയുമായുടെ ഏത് സ്വകാര്യ ചടങ്ങിലും പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയുന്ന ബന്ധം ഇവർ തമ്മിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ സാക്ഷികളായിട്ടിപ്പോ പോലീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാസർഗോഡുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെയാണ്. അപ്പൊ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ തന്നെ സാക്ഷികളാക്കി വെക്കുക, പ്രതികളായി യൂത്ത് കോൺഗ്രസുകാർ ഉണ്ടാവുക, ഈ പ്രതികൾക്ക് ഏറ്റവും അടുത്ത ബന്ധം മുഖ്യമന്ത്രിയായിട്ടുണ്ടാവുക. അപ്പൊ ഈ കേസൊക്കെ എവിടെ എത്തും എന്ന് നമുക്കറിയാലോ. അപ്പൊ ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതിപ്പോ ഒന്നാമത്തെ ഒരു കടത്തലല്ലോ. 7 ജില്ലകൾ സഞ്ചരിച്ചിട്ടാണ് അവര് അവിടെ എത്തിയിട്ടുള്ളത്. ആ 7 ജില്ലകളിൽ ആരുമൊക്കെയായി ബന്ധപ്പെട്ടു. ഈ പ്രതികളുടെ വിദേശ യാത്ര പരിശോധിക്കണം. ഈ പ്രതികൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ആരൊക്കെയായിട്ടാണ് ഫോണിൽ ബന്ധപ്പെടുന്നത്, ആരുമായിട്ടാണ് കൂടുതൽ കോണ്ടാക്ട്, ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത് എവിടെയാണ്, ഇവരിതിന്റെ ലാഭമൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത്, എല്ലാം സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത്. നമ്മൾ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിലെങ്കിലും ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും അന്വേഷണം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അത് സമഗ്രമായി അന്വേഷിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇങ്ങനെ പരിഹാസ്യനാവുന്ന നുണ പറയുന്ന കാര്യം അവസാനിപ്പിക്കണം എന്നുകൂടി ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ്.